Hi everyone, welcome to Electrical Space. Yes, it's a good space for electrical. I am Shamli. ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത ടോപ്പിക്ക് സിങ്ക്രണസ് മോട്ടറാണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പ്രീവിയസ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സിങ്ക്രണസ് മോട്ടർ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം SSC JE എക്സാം, അതുപോലെ ITI ഇലക്ട്രീഷ്യൻ എക്സാം, അതുപോലെ നമ്മുടെ സബ് എഞ്ചിനീയർ എക്സാം എന്നിങ്ങനെയുള്ള കുറേ എക്സാമുകൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, സോ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് എന്താണ് സിങ്ക്രണസ് മോട്ടർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് സിങ്ക്രണസ് മോട്ടർ എന്ന് കേട്ടാൽ പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്താ? സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടറാണ്. അത് സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മോട്ടറാണ് സിങ്ക്രണസ് മോട്ടർ, അല്ലേ? സിങ്ക്രണസ് മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് നമ്മൾ സിങ്ക്രണസ് സ്പീഡ്, NS. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ദെൻ വേറൊരു പോയിന്റ് പറയുന്നത് ആൻ ആൾട്ടർനേറ്റർ വിച്ച് റൺസ് ആസ് എ മോട്ടോർ ഈസ് കാൾഡ് ആസ് സിങ്ക്രണസ് മോട്ടോർ. അതായത് ഒരു ആൾട്ടർനേറ്റർ മോട്ടറായിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിങ്ക്രണസ് മോട്ടർ എന്ന് പറയുന്നത്. അതായത് ആൾട്ടർനേറ്ററിൻ്റെ മറ്റൊരു പേരാണ് സിങ്ക്രണസ് ജനറേറ്റർ. ഓക്കെ, അപ്പം ഈ സിങ്ക്രണസ് ജനറേറ്റർ അഥവാ ആൾട്ടർനേറ്റർ ഒരു മോട്ടറായിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിങ്ക്രണസ് മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവിടെ കൺസ്ട്രക്ഷൻ ബേസിലൊക്കെ രണ്ടും ഒരുപോലെയാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നത്, ഈ സിങ്ക്രണസ് മോട്ടർ ഒരു സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഓക്കെ, അപ്പോൾ ഒരു സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്ത, അല്ലെങ്കിൽ സിങ്ക്രണസ് മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നത്, ഇവിടെ നമുക്ക് സിങ്ക്രണസ് മോട്ടറിൽ ഒരു 3 ഫേസ് AC സപ്ലൈ നമുക്ക് AC വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള DC വോൾട്ടേജ് വേണം ആക്ച്വലി ഇവിടെ നമുക്ക് ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് ഒരു DC വോൾട്ടേജ് നമ്മൾക്ക് ഇവിടെ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റേഷന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്, ഫീൽഡ് എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഈ ഒരു പോയിൻറ്റ്സുകളിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താ പറയുക, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സ്പീഡ് ഓഫ് എ സിങ്ക്രണസ് മോട്ടോർ ഈസ് ഡാഷ്. അതായത് ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ വേരിയബിൾ, ഓപ്ഷൻ ബി കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ സി അബ്സല്യൂട്ട്ലി കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കൊരു സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒരു സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മോട്ടറാണ് സിങ്ക്രണസ് മോട്ടർ. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അബ്സല്യൂട്ട്ലി കോൺസ്റ്റൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 4 ഓപ്ഷനിൽ ഫസ്റ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ വ്യത്യാസം, വേരിയബിൾ ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓപ്ഷൻ സി പറയുന്നത് അബ്സല്യൂട്ട്ലി കോൺസ്റ്റൻറ്റ്, അതായത് അത് അങ്ങനെ തന്നെ ആയിരിക്കും, തീർച്ചയായിട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അബ്സല്യൂട്ട് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് സിങ്ക്രണസ് മോട്ടോർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഡാഷ്. അതായത് ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്പീഡ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ നമ്പർ ഓഫ് പോൾസ്, ഓപ്ഷൻ ബി സപ്ലൈ ഫ്രീക്വൻസി, ഓപ്ഷൻ സി എയ്തർ എ ഓർ ബി, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്പീഡ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ പറഞ്ഞത് നമ്പർ ഓഫ് പോൾസിനെ, ആ പോളുകളുടെ നമ്പറിനെ. ഓപ്ഷൻ ബി പറയുന്നത് സപ്ലൈ ഫ്രീക്വൻസി. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് സിങ്ക്രണസ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ, അതായത് സിങ്ക്രണസ് സ്പീഡ് NS ഇസ് ഈക്വൽ ടു സിഗ്നൽ സ്പീഡിൻ്റെ ഇക്വേഷൻ NS ഇസ് ഈക്വൽ ടു 120 F/P എന്നാണ് സിഗ്നൽ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ F എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസിയാണ്, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്. സോ നമുക്ക് ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. രണ്ടും എയും ബിയും കറക്റ്റാണ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ സിയിൽ നമുക്ക് എയ്തർ എ ഓർ ബി, അതായത് നമുക്ക് എയോ അല്ലെങ്കിൽ ബിയോ എന്നാണ് പറയുന്നത്. കറക്റ്റ് ആൻസർ രണ്ടും എയും ബിയും ഉണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, വൈ DC സപ്ലൈ ഈസ് നെസസറി ഫോർ സിങ്ക്രണസ് മോട്ടോർ ഓപ്പറേഷൻ. ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ ഓപ്പറേഷന് എന്തുകൊണ്ടാണ് DC സപ്ലൈ നെസസറി ആണ് എന്നാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻ എ റെഡ്യൂസസ് ദി ലോസ് കുറയ്ക്കാൻ. ഓപ്ഷൻ ബി സ്റ്റാർട്ട് ദ മോട്ടോർ ഇനീഷ്യലി മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ. ഓപ്ഷൻ സി റൺ ദ മോട്ടോർ വിത്ത് ഓവർലോഡ്, ആ മോട്ടറിനെ ഓവർലോഡിൽ റൺ ചെയ്യിക്കാൻ. ഓപ്ഷൻ ഡി റൺ ദ മോട്ടോർ അറ്റ് എ സിങ്ക്രണസ് സ്പീഡിൽ മോട്ടറിനെ റൺ ചെയ്യിക്കാൻ. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്തിനാണ് ആ ഒരു DC സപ്ലൈ സിങ്ക്രണസ് മോട്ടറിൻ്റെ ഓപ്പറേഷൻ നെസസറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റൺ ദ മോട്ടോർ അറ്റ് സിങ്ക്രണസ് സ്പീഡിൽ ആ മോട്ടറിനെ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ആക്ച്വലി അവിടെ ആ DC സപ്ലൈയും കൂടി വേണ്ടി വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. Synchronous speed of an induction motor is 1000 rpm. What will be the rotor speed if slip is 3%? അപ്പോൾ ഇവിടെ ചോദിച്ചുള്ളത് നമുക്ക് സിങ്ക്രണസ് സ്പീഡ്, അതായത് ആക്ച്വലി ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സിങ്ക്രണസ് സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സിങ്ക്രണസ് സ്പീഡാണ് നമുക്ക് തന്നിട്ടുള്ളത് 1000 rpm. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റോട്ടർ സ്പീഡ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടുണ്ട് സ്ലിപ്പ് 3%. അപ്പോൾ നമ്മൾക്കറിയാം, നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് റോട്ടർ സ്പീഡ് n is equal to 1 minus s ഇൻറ്റു നമ്മുടെ ns, അതായത് സിങ്ക്രണസ് സ്പീഡ് ns. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവിടെ നമുക്ക് 3% ആണ് പെർസെൻറ്റേജ് സ്ലിപ്പിലാണ് തന്നില്ല. അത് നമ്മൾ നമ്മൾ ജസ്റ്റ് എസ്സിലേക്ക് എഴുതുമ്പോൾ നമുക്ക് 0.03 എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0.03 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus 0.03 ഇൻറ്റു 1000 എന്ന് വരും. സോ കറക്റ്റ് ആൻസർ നമ്മൾക്ക് 970 rpm. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് നിങ്ങൾക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൗ സിങ്ക്രണസ് മോട്ടോർ വർക്ക്സ് ആസ് എ പവർ ഫാക്ടർ കറക്റ്റ്. നമുക്കൊരു പവർ ഫാക്ടർ കറക്റ്ററായിട്ട് സിങ്ക്രണസ് മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വാരിയിങ് ദ ലൈൻ വോൾട്ടേജ്, അവിടെയുള്ള ലൈൻ വോൾട്ടേജിനെ വാരി ചെയ്തിട്ട്. ഓപ്ഷൻ ബി വാരിയിങ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ വാരി ചെയ്തിട്ട്. ഓപ്ഷൻ സി ഇൻക്രീസിങ് ദ സ്പീഡ് ഓഫ് മോട്ടറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആവുന്നു. ഓപ്ഷൻ ഡി ഡിക്രീസിങ് ദ സ്പീഡ് ഓഫ് മോട്ടറിൻ്റെ സ്പീഡ് ഡിക്രീസ് ആവുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് സിങ്ക്രണസ് മോട്ടർ ഒരു പവർ ഫാക്ടർ കറക്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വാരിയിങ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ. നമുക്കൊരു ഫീൽഡ് എക്സൈറ്റേഷൻ വാരി ചെയ്തിട്ടാണ് ആക്ച്വലി അവിടെ അതിൻ്റെ പവർ ഫാക്ടർ കറക്റ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു സിങ്ക്രണസ് മോട്ടർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. എ സിങ്ക്രണസ് മോട്ടർ ഈസ് കോൾഡ് എ സിങ്ക്രണസ് കപ്പാസിറ്റർ വെൻ ഇറ്റ് ഈസ് ഡാഷ്. നമ്മൾ എപ്പോഴാണ് ഒരു സിങ്ക്രണസ് മോട്ടറിനെ സിങ്ക്രണസ് കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ എ അണ്ടർ ലോഡഡ്, അതായത് ലോഡഡ് ആയിരിക്കുന്ന സമയത്ത്. ഓപ്ഷൻ ബി അണ്ടർ എക്സൈറ്റഡ് ആയിരിക്കുന്ന സമയത്ത്. ഓപ്ഷൻ സി ഓവർ എക്സൈറ്റഡ് ആയിരിക്കുമ്പോൾ. ഓപ്ഷൻ ഡി ഓവർലോഡഡ് ആയിരിക്കുമ്പോൾ. നമുക്ക് ചോദിച്ചിട്ടുള്ള സിങ്ക്രണസ് കപ്പാസിറ്റർ എന്ന സിങ്ക്രണസ് മോട്ടറിനെ എപ്പോഴാണ് വിളിക്കുന്നതാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓവർ എക്സൈറ്റഡ് കണ്ടീഷനിലാണ് നമുക്ക് സിങ്ക്രണസ് മോട്ടർ സിങ്ക്രണസ് കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. ദ റോട്ടർ ഓഫ് എ സിങ്ക്രണസ് മോട്ടോർ ഈസ് എക്സൈറ്റഡ് വിത്ത് DC വെൻ ദ മോട്ടോർ ഡാഷ്. അതായത് സിങ്ക്രണസ് മോട്ടോറിൻ്റെ റോട്ടർ ഒരു DC അതായത് എക്സൈറ്റ് ചെയ്യിക്കുന്നത് വിത്ത് DC ഉപയോഗിച്ച് എക്സൈറ്റ് ചെയ്യിക്കുന്നത് മോട്ടർ എങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ആ സിങ്ക്രണസ് മോട്ടറിൻ്റെ റോട്ടറിലേക്കൊരു DC കൊടുക്കുന്നത് അല്ലെങ്കിൽ DC എക്സൈറ്റേഷൻ ചെയ്യുന്നത് എന്ന്. ഓപ്ഷൻ എ അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, അതായത് സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ആ സ്റ്റാർട്ടിങ് കണ്ടീഷൻ. ഓക്കെ, ദെൻ ഓപ്ഷൻ ബി അപ്രോച്ചസ് സിങ്ക്രണസ് സ്പീഡ്, ഏകദേശം സിങ്ക്രണസ് സ്പീഡിൻ്റെ അടുത്തെത്തുമ്പോൾ. ഓപ്ഷൻ സി അപ്രോച്ചസ് ഹാഫ് സിങ്ക്രണസ് സ്പീഡിൻ്റെ ഹാഫ് ആകുമ്പോൾ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്, ഓപ്ഷൻ ഇതിലൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എപ്പോഴാണ് നമ്മൾ ആ ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ റോട്ടറിനെ DC എക്സൈറ്റേഷൻ കൊടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഏകദേശം അപ്രോച്ചസ് സിങ്ക്രണസ് സ്പീഡ്. ആ സിങ്ക്രണസ് സ്പീഡുമായിട്ട് ഏകദേശം അപ്രോച്ച് ചെയ്യണം, അതിൻ്റെ അടുത്ത് വരുന്ന സമയത്താണ് നമ്മൾ ആ ഒരു DC എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8.
If the field of synchronous motor is under excited, the power factor will be dash. അതായത് നമുക്ക് സിങ്ക്രണസ് മോട്ടറിൻ്റെ ഫീൽഡ് അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനിലാകുമ്പോൾ പവർ ഫാക്ടർ എന്തായിരിക്കും? ഓപ്ഷൻ എ ലാഗിങ്, ഓപ്ഷൻ ബി ലീഡിങ്, ഓപ്ഷൻ സി യൂണിറ്റി, ഓപ്ഷൻ ഡി മോർ ദാൻ യൂണിറ്റി. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷൻ, ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, സിങ്ക്രണസ് മോട്ടർ അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനിൽ പവർ ഫാക്ടർ ലാഗിങ് ആണ്, ലാഗിങ് പവർ ഫാക്ടറാണ്. ഓക്കെ, ഓവർ എക്സൈറ്റഡ് കണ്ടീഷനിലാണ് നമുക്ക് സിങ്ക്രണസ് മോട്ടർ ലീഡിങ് പവർ ഫാക്ടർ തരുന്നത്, ലീഡിങ് പവർ ഫാക്ടറാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ലാഗിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡാമ്പർ വൈൻഡിങ് ഇൻ സിങ്ക്രണസ് മോട്ടർ? സിങ്ക്രണസ് മോട്ടറിൽ ഡാമ്പർ വൈൻഡിങ്ങിൻ്റെ ഫങ്ഷൻ എന്താണ്? ഓക്കെ, ഓപ്ഷൻ എ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് സ്പീഡ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓപ്ഷൻ ബി സ്റ്റാർട്ട് ദ സിങ്ക്രണസ് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ. ഓപ്ഷൻ സി മെയിൻറ്റെയിൻ പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓപ്ഷൻ ഡി എക്സൈറ്റ് ദ ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് എന്തിനാണ് ഡാമ്പർ വൈൻഡിങ്ങിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റാർട്ട് ദ സിങ്ക്രണസ് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡിലൊന്നാണ് ബൈ യൂസിങ് ഡാമ്പർ വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ നമുക്ക് മെത്തേഡ് പറയുന്നുണ്ട്, ഒരെണ്ണം പറയുന്നത് ബൈ യൂസിങ് ഒരു പോണി മോട്ടർ ഉപയോഗിച്ചിട്ട്, ദെൻ ബൈ സിങ്ക്രണൈസേഷൻ, അങ്ങനെ മൂന്ന് നമുക്ക് മെയിനായിട്ട് സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡിൽ മൂന്നെണ്ണമാണ് പറയുന്നത്, ബൈ പോണി മോട്ടർ, ബൈ ഡാമ്പർ വൈൻഡിങ് ആൻഡ് ബൈ യൂസിങ് സിങ്ക്രണൈസേഷൻ. ഓക്കെ, so here correct answer option B, start the synchronous motor. Okay, then next question number 10. Which is the main application of synchronous motor? ഒരു synchronous മോട്ടറിൻ്റെ മെയിൻ അപ്ലിക്കേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ പേപ്പർ റോളിംഗ് മിൽസ്, ഓപ്ഷൻ ബി പവർ ഫാക്ടർ കറക്ഷൻ ഡിവൈസ്, ഓപ്ഷൻ സി എലിവേറ്റേഴ്സ്, ഓപ്ഷൻ ഡി AC to DC കൺവേർട്ടർ. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് സിങ്ക്രണസ് മോട്ടറിൻ്റെ മെയിൻ അപ്ലിക്കേഷൻ എന്താണെന്നാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പവർ ഫാക്ടർ കറക്ഷൻ ഡിവൈസ് ആണ് സിങ്ക്രണസ് മോട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. ഹൗ ദ സിങ്ക്രണസ് മോട്ടർ ഈസ് യൂസ്ഡ് ആസ് സിങ്ക്രണസ് കണ്ടൻസർ? ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഒരു സിങ്ക്രണസ് മോട്ടറിനെ സിങ്ക്രണസ് കണ്ടൻസറായിട്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ varying the motor load, option B varying the rotor excitation, option C varying stator voltage in motor, option D varying stator current in motor. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് സിങ്ക്രണസ് കണ്ടൻസറായിട്ട് സിങ്ക്രണസ് മോട്ടറിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വാരിയിങ് ദ റോട്ടോർ എക്സൈറ്റേഷൻ. അപ്പോൾ റോട്ടറിൻ്റെ എക്സൈറ്റേഷൻ വാരി ചെയ്തിട്ടാണ് നമ്മൾക്ക് ആക്ച്വലി സിങ്ക്രണസ് മോട്ടർ സിങ്ക്രണസ് കണ്ടൻസറായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, then question number 12. In synchronous motor minimum armature current occurs at dash. ഒരു സിങ്ക്രണസ് മോട്ടറിൽ മിനിമം ആർമേച്ചർ കറണ്ട് ഒക്കേർ ചെയ്യുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ ലീഡിംഗ് പവർ ഫാക്ടർ, ഓപ്ഷൻ ബി സീറോ പവർ ഫാക്ടർ, ഓപ്ഷൻ സി ലാഗിംഗ് പവർ ഫാക്ടർ, ഓപ്ഷൻ ഡി യൂണിറ്റി പവർ ഫാക്ടർ. അപ്പം നമുക്കൊരു സിങ്ക്രണസ് മോട്ടറിൽ മിനിമം ആർമേച്ചർ കറണ്ട് ഒക്കർ ചെയ്യുന്ന എപ്പോഴാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, യൂണിറ്റി പവർ ഫാക്ടറാണ്. ഓക്കെ, ഇത് നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിങ്ക്രണസ് മോട്ടറിൽ നമ്മളൊരു വി കർവ് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു വി കർവ് എന്നൊരു സംഭവമുണ്ട് സിങ്ക്രണസ് മോട്ടറിൽ. വി കർവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കർവ് ഇൻ ബിറ്റ്വീൻ ആർമേച്ചർ കറണ്ട് ഐ എ, അതുപോലെ അതിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് IF, ഇത് തമ്മിൽ വരയ്ക്കുന്ന കർവാണ് വി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കർവ് ആക്ച്വലി ഇങ്ങനെ ഒരു വി എന്നുള്ള ഷേപ്പിലായിരിക്കും ആക്ച്വലി കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ വി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഏറ്റവും മിനിമം ആർമേച്ചർ കറണ്ട് വരുന്ന ഈ ഒരു പോർഷൻ ഇവിടെയാണ് നമുക്ക് ആക്ച്വലി യൂണിറ്റി പവർ ഫാക്ടർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് UPF കണ്ടീഷനാണ്. ഓക്കെ, യൂണിറ്റി പവർ ഫാക്ടറാണ് നമുക്ക് ഈ ഒരു പോയിന്റിൽ വരുന്നത്. എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിൻ്റാണ് നമുക്ക് ആക്ച്വലി അതിൻ്റെ
ആർമേച്ചർ കറണ്ട് മിനിമം വരുന്ന പോയിൻ്റ്, അതുപോലെ ഈ ഒരു പോയിൻ്റാണ് നമുക്ക് UPF കണ്ടീഷൻ വരുന്നത്, യൂണിറ്റി പവർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വി കർവ് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റ് കിട്ടും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് സിംഗ്രണസ് മോട്ടോർ ഈസ് ഡാഷ്. അതായത് ഒരു സിംഗ്രണസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വെരി ലോ, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി വെരി ഹൈ, ഓപ്ഷൻ ഡി ഹാഫ് ഫുൾ ലോഡ് ടോർക്ക്. നമുക്ക് ചോദിച്ചിട്ടുള്ളതൊരു സിംഗ്രണസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 0. ഓക്കെ, അതായത് നമുക്കറിയാം സിംഗ്രണസ് മോട്ടർ എന്തല്ല, സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അതായത് സിംഗ്രണസ് മോട്ടർ ഈസ് നോട്ട് എ സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് എന്താ പറയുക, ഒരു സ്റ്റാർട്ടിംഗ് ടോർക്കൊന്നും പ്രൊഡ്യൂസ് ആവുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ ആക്ച്വലി ഒരു പ്രൈം മൂവറിൻ്റെ ഹെൽപ്പിലാണ് ആക്ച്വലി മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു ഫീൽഡ് വൈൻഡിന് വേറൊരു DC എക്സൈറ്റേഷനൊക്കെ കൊടുത്തില്ല. അപ്പോൾ ഒരു പ്രൈം മൂവറിൻ്റെ ഹെൽപ്പിലാണ് ആക്ച്വലി ഈ ഒരു സിംഗ്രണസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് എ സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ. ഓക്കെ, ദാറ്റ് ഇസ് വൈ നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് 0. ഓക്കെ, then question number 14. Variation in DC excitation of a synchronous motor causes variation in dash. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു സിംഗ്രണസ് മോട്ടറിൻ്റെ DC എക്സൈറ്റേഷൻ വാരി ചെയ്യുമ്പോൾ വേറെ എന്തിലൊക്കെയാണ് വേരിയേഷൻ വരുന്നത്? ഓപ്ഷൻ എ സ്പീഡ് ഓഫ് മോട്ടറിൻ്റെ സ്പീഡ്, ഓപ്ഷൻ ബി പവർ ഫാക്ടർ, ഓപ്ഷൻ സി ആർമേച്ചർ കറണ്ട്, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. ഇപ്പോൾ നമുക്ക് സിംഗ്രണസ് മോട്ടർ നമ്മളിപ്പോൾ ജസ്റ്റ് DC എക്സൈറ്റേഷൻ വാരി ചെയ്യുന്ന നമ്മൾ നേരത്തെ ആ ഒരു വി കർവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നും കൂടെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു DC എക്സൈറ്റേഷൻ വാരി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ DC എക്സൈറ്റേഷൻ വാരിയേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സിംഗ്രണസ് മോട്ടറിൻ്റെ പവർ ഫാക്ടറിലും ആർമേച്ചറിലും വേരിയേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ബി ആൻഡ് സി. അതായത് ബോത്ത് പവർ ഫാക്ടർ ആൻഡ് ആർമേച്ചർ കറണ്ട്, both B and C. Okay, then question number 15. Question ആണ്, V curves for isolated 3-phase synchronous motor show dash. അതായത് ഒരു 3-phase synchronous മോട്ടറിൻ്റെ V കർവിൽ എന്താണ് ഷോ ചെയ്യുന്നത്? ഓക്കെ, സിംഗ്രണസ് മോട്ടറിൻ്റെ V കർവിൽ ഓപ്ഷൻ എ ദ വേരിയേഷൻ ഓഫ് മെക്കാനിക്കൽ പവർ വിത്ത് ഫീൽഡ് എക്സൈറ്റേഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. അതായത് മെക്കാനിക്കൽ പവറിൻ്റെയും ഫീൽഡ് എക്സൈറ്റേഷൻ അനുസരിച്ചുള്ള വേരിയേഷൻ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ. ഓപ്ഷൻ ബി വേരിയേഷൻ ഓഫ് ആർമേച്ചർ വോൾട്ടേജ് വിത്ത് ഫീൽഡ് എക്സൈറ്റേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് മെക്കാനിക്കൽ പവർ. അതായത് ആർമേച്ചർ വോൾട്ടേജിൻ്റെ വേരിയേഷൻ വിത്ത് ഫീൽഡ് എക്സൈറ്റേഷൻ അനുസരിച്ചിട്ട് ആർമേച്ചർ വോൾട്ടേജിൻ്റെ വേരിയേഷൻ മെക്കാനിക്കൽ പവർ കോൺസ്റ്റൻ്റ് ആയിട്ട്. ഓപ്ഷൻ സി ദ വേരിയേഷൻ ഓഫ് ആർമേച്ചർ വോൾട്ടേജ് വിത്ത് മെക്കാനിക്കൽ പവർ അറ്റ് കോൺസ്റ്റൻറ്റ് ഫീൽഡ് എക്സൈറ്റേഷൻ. അതായത് ഓപ്ഷൻ സി പറയുന്നതാണ് ആർമേച്ചർ വോൾട്ടേജിൻ്റെ വേരിയേഷൻ മെക്കാനിക്കൽ പവറിനനുസരിച്ചുള്ള വേരിയേഷൻ കോൺസ്റ്റൻറ്റ് ഫീൽഡ് എക്സൈറ്റേഷനിൽ. ഓപ്ഷൻ ഡി പറയുന്നത് ദ വേരിയേഷൻ ഓഫ് ആർമേച്ചർ കറണ്ട് വിത്ത് ഫീൽഡ് എക്സൈറ്റേഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് മെക്കാനിക്കൽ പവർ. അപ്പോൾ നമുക്ക് ഒരു സിംഗ്രണസ് മോട്ടറിൻ്റെ വി കർവ് ഷോ ചെയ്യുന്നതാണ് ഇന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ജസ്റ്റ് നേരത്തെ ചെറിയ രീതിയിൽ നമ്മൾ കണ്ടതാണ് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ വി കർവ് എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് വേരിയേഷൻ ഓഫ് ആർമേച്ചർ കറണ്ട് വിത്ത് ഫീൽഡ് എക്സൈറ്റേഷൻ ആണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർക്കുക, നമുക്കിവിടെ കോൺസ്റ്റൻറ്റ് മെക്കാനിക്കൽ പവറും ആണ് അതിനകത്തുള്ളത്. ഓക്കെ, സോ വി കർവ് ഒരു സിംഗ്രണസ് മോട്ടറിൻ്റെ വി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ ഓഫ് ആർമേച്ചർ കറണ്ട് വിത്ത് ഫീൽഡ് എക്സൈറ്റേഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് മെക്കാനിക്കൽ പവർ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ആൻ ഇലക്ട്രിക് മോട്ടോർ മേ ഗീവ് നോയ്സ് ഡ്യൂ ടു ഡാഷ്. അതായത് ഒരു ഇലക്ട്രിക് മോട്ടറിൽ നോയ്സ് ഉണ്ടാകുന്ന എന്തൊക്കെ കാരണത്താലാണ്? ഓപ്ഷൻ എ മാഗ്നറ്റിക് എഫക്റ്റ്, ഓപ്ഷൻ ബി ഡിഫക്റ്റീവ് ബിയറിംഗ്, ഓപ്ഷൻ സി കൂളിംഗ് എയർ, ഓപ്ഷൻ ഡി ഓൾ ദി എബോവ്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചത് ഒരു ഇലക്ട്രിക് മോട്ടറിൽ നോയ്സ് തരുന്നത് എന്തൊക്കെയാണെന്നാണ്. മാഗ്നറ്റിക് എഫക്റ്റ് ആണോ, അല്ലെങ്കിൽ ബിയറിങ്ങിൻ്റെ ഡിഫക്റ്റീവ് കാരണമാണോ, അല്ലെങ്കിൽ കൂളിംഗ് എയർ കാരണമാണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദിസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി എബോവ്. അതായത് നമുക്ക് ഈ 3 കാരണത്താലും നോയ്സ് ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട് ഒരു ഇലക്ട്രിക് മോട്ടറിൽ. ഓക്കെ, then question number 17.
എ സിങ്ക്രണസ് മോട്ടോർ വർക്കിംഗ് അറ്റ് ലീഡിംഗ് പവർ ഫാക്ടർ ക്യാൻ ബി യൂസ്ഡ് ആസ് ഡാഷ്. അതായത് ഒരു സിങ്ക്രണസ് മോട്ടോർ ലീഡിംഗ് പവർ ഫാക്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെക്കാനിക്കൽ സിങ്ക്രണൈസർ, ഓപ്ഷൻ ബി വോൾട്ടേജ് ബൂസ്റ്റർ, ഓപ്ഷൻ സി ഫേസ് അഡ്വാൻസർ, ഓപ്ഷൻ ഡി നോയ്സ് ജനറേറ്റർ. അപ്പോൾ ഒരു സിങ്ക്രണസ് മോട്ടർ ലീഡിംഗ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഒരു ഫേസ് അഡ്വാൻസർ ആയിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. Okay, then question number 18. A synchronous motor can be used as synchronous condenser when it is. അതായത് ഒരു സിങ്ക്രണസ് മോട്ടറിനെ നമുക്ക് സിങ്ക്രണസ് കണ്ടൻസർ ആയിട്ട് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ഓവർലോഡഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ, ഓപ്ഷൻ ബി ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ, ഓപ്ഷൻ സി അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനിൽ, ഓപ്ഷൻ ഡി ലോഡഡ് കണ്ടീഷനിൽ. ഓക്കെ, സോ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് എപ്പോഴാണ് ഒരു സിങ്ക്രണസ് മോട്ടറിനെ സിങ്ക്രണസ് കണ്ടൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓവർ എക്സൈറ്റഡ് കണ്ടീഷൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. ദ പെർസെൻറ്റേജ് സ്ലിപ്പ് ഇൻ കേസ് ഓഫ് സിങ്ക്രണസ് മോട്ടോർ ഈസ് ഡാഷ്. അതായത് സിങ്ക്രണസ് മോട്ടറിൻ്റെ കേസിൽ പെർസെൻറ്റേജ് സ്ലിപ്പ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ 1%, ഓപ്ഷൻ ബി 100%, ഓപ്ഷൻ സി 0.5%, ഓപ്ഷൻ ഡി 0. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0 ആണ് നമുക്കൊരു സിങ്ക്രണസ് മോട്ടറിൻ്റെ പെർസെൻറ്റേജ് സ്ലിപ്പ് വരുന്നത്. അതായത് നമുക്കറിയാം സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാനുള്ള ഇക്വേഷൻ പെർസെൻറ്റേജ് എസ് ഇസ് ഈക്വൽ ടു NS minus NR divided by NS into 100. ഇതാണ് നമ്മൾക്ക് ഒരു പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ NS എന്ന് പറഞ്ഞാൽ നമുക്ക് സിങ്ക്രണസ് സ്പീഡ്, NR എന്ന് പറഞ്ഞാൽ റോട്ടർ സ്പീഡാണ്, ഡിവൈഡഡ് ബൈ NS. അപ്പം നമ്മൾക്കറിയാം ഒരു സിങ്ക്രണസ് മോട്ടർ, നമുക്ക് സിങ്ക്രണസ് മോട്ടറാണ്, സിങ്ക്രണസ് മോട്ടറിൽ എന്താണ് NS NR ഈക്വൽ ആണ്. സോ NS മൈനസ് NR എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോവും. 0 ഡിവൈഡ് ബൈ NS ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 0. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് സ്ലിപ്പ് സിങ്ക്രണസ് മോട്ടറിൻ്റെ കേസിൽ പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. ബിക്കോസ് സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്, അല്ലെങ്കിൽ അതൊരു സിങ്ക്രണസ് സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മോട്ടറാണ്. അപ്പോൾ NS NR എന്നൊക്കെ പറഞ്ഞാൽ ഈക്വൽ ആണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 0. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20. A three-phase synchronous motor is started by utilizing the torque developed in dash. ക്വസ്റ്റ്യൻ എന്താണ്, ഒരു 3-phase synchronous മോട്ടർ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഒരു യൂട്ടിലൈസ് ടോർക്ക് ഡെവലപ്ഡ് ഇൻ ഡാഷ്. നമ്മൾ എവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ആക്ച്വലി സിങ്ക്രണസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്? ഓപ്ഷൻ എ ദ ഹൈ സ്പീഡ് സ്റ്റീം ടർബൈൻ, ഒരു ഹൈ സ്പീഡ് സ്റ്റീം ടർബൈനിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് അനുസരിച്ചിട്ട്. ഓപ്ഷൻ ബി ദ ഡാമ്പർ വൈൻഡിങ് ഓൺ ദ റോട്ടറിൽ ഉണ്ടാകുന്ന ഡാമ്പർ വൈൻഡിങ്ങിൽ. ഓപ്ഷൻ സി ഡാമ്പർ വൈൻഡിങ് ഓൺ ദ സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന ഡാമ്പർ വൈൻഡിങ്ങിൽ. ഓപ്ഷൻ ഡി ദ ലോ സ്പീഡ് വാട്ടർ ടർബൈൻ, ഒരു ലോ സ്പീഡ് വാട്ടർ ടർബൈനിൽ ഉണ്ടാകുന്ന ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് യൂസ് ചെയ്തിട്ട്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ ഡാമ്പർ വൈൻഡിങ് ഓൺ ദി റോട്ടർ. ആ റോട്ടറിലുള്ള ഡാമ്പർ വൈൻഡിങ്ങിൽ ഡെവലപ്പ് ആകുന്ന ടോർക്ക് ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി സിങ്ക്രണസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡിൽ ഒന്നാണ് ബൈ യൂസിങ് ഡാമ്പർ വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മളിവിടെ ഒരു സിങ്ക്രണസ് മോട്ടർ എന്ന ടോപ്പിക്കിലെ ജസ്റ്റ് 20 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ പലതും എന്താ പറയുക, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ ഏകദേശം റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ, റിലേഷൻ ഉണ്ടാവും എല്ലാ ക്വസ്റ്റ്യൻസ് തമ്മിൽ അല്ലേ. പിന്നെ അതുപോലെ ഇതൊക്കെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിപ്പം എക്സാമുകളുടെ ക്വാളിഫിക്കേഷൻ പല ബേസ് ക്വാളിഫിക്കേഷനിൽ എക്സാം ആണെങ്കിൽ പോലും നമുക്ക് ഓരോ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് കാണുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു പക്ക ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ അതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ പലതും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വായിച്ച് പോകുക, അങ്ങനെ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് എല്ലാ എക്സാംസും എളുപ്പമാകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.